ഇന്ന് നമ്മുടെ നാട്ടിൽ പുറത്തു പറയാൻ വളരെയേറെ മടിയും എങ്കിൽ ഉള്ളിൻ്റെ ഉള്ളിൽ തിളച്ചു മറയുന്ന ഒരു വലിയ അഗ്നിപർവ്വതവുമായിട്ട് നിൽക്കുന്ന ഒരു പ്രതിസന്ധിയാണ് അമ്മായിയമ്മ പോര്, മരുമോളുമായിട്ടുള്ള പോര്. എന്നാൽ ഈ പ്രതിസന്ധി വളരെയേറെ പേരെ ആത്മീയ തളർച്ചയ്ക്ക് കാരണമാക്കിയിരിക്കുന്നു. മനഃശാസ്ത്രത്തിന്റെ ആചാര്യനായിരുന്ന സിഗ്മണ്ട് ഫ്രോയിഡ്, അദ്ദേഹം 1899 പ്രസിദ്ധീകരിച്ച മനുഷ്യന്റെ ജന്മവാസനകൾ, ചെറുപ്പത്തിലേ മുതലുള്ള ഏർജസ്, തൃഷ്ണകളെ പറ്റിയിട്ട് ഒരു പഠനമുണ്ട്. തിയറി ഓഫ് ഫിക്സേഷൻ എന്നാണ് അദ്ദേഹം അതിന് കൊടുത്ത പേര്. ആ തിയറി അനുസരിച്ച് ചെറുപ്പത്തിലെ നമ്മിൽ സംഭവിക്കുന്ന ചില കാര്യങ്ങൾ ചില സ്വഭാവ ദൂഷ്യങ്ങളായി, പ്രശ്നങ്ങളായി പിന്നീട് നിലനിൽക്കും. അത് അദ്ദേഹം തെളിയിച്ചു. എന്താണത് പറയുന്നത്? അതിൽ ആദ്യത്തെ 2 ഭാഗം നമുക്ക് പ്രധാനപ്പെട്ടതല്ല. അതിങ്ങനെയാണ്: ഒരു കൊച്ച് ജനിക്കുമ്പോൾ മുതൽ 1 വയസ്സ് വരെയുള്ള കാലം, അമ്മിഞ്ഞ കുടിക്കുന്ന കാലം, ഓറൽ സ്റ്റേജ് എന്നതിനെ പറ്റി പറയും. ആ സമയത്ത് ഒരു കുട്ടിക്കുണ്ടാകുന്ന ഫ്രസ്ട്രേഷൻ, ഇച്ഛാഭംഗങ്ങൾ ആ കുട്ടിയിൽ ഒരിക്കലും മാറാനാവാത്ത ചില മുറിവുകൾ, ചില തൃഷ്ണകൾ സൃഷ്ടിക്കും. മദ്യപാനത്തിൻ്റെയും പുകവലിയുടെയും വായാടിത്വത്തിൻ്റെയും ഒക്കെ ആ മേഖല. 1 മുതൽ 2 വയസ്സ് വരെയുള്ള കാലം അനൽ സ്റ്റേജ്, മലമൂത്ര വിസർജനത്തിന്റെ കാലം. അത് ഫീൽ ചെയ്യുന്ന കാലം, കുട്ടിക്ക് ഫീൽ ചെയ്യുന്ന കാലം. അവിടെയുള്ള മാതാപിതാക്കന്മാരുടെ അശ്രദ്ധ ആ കുട്ടിയെ അക്രമ സ്വഭാവമുള്ള ആളായിട്ട് മാറ്റും. നാം കണ്ടിട്ടുണ്ടല്ലോ ചില കുടിപ്പകകൾ, വഴിയിലിട്ട് വെട്ടിക്കൊല്ലാൻ മടിയില്ലാത്ത മനുഷ്യര്, ഗുണ്ടകൾ, അക്രമ സ്വഭാവം, അത് ആസ്വദിക്കുന്നവരുണ്ട്. അങ്ങനെയുള്ളവരെ അത് സൃഷ്ടിക്കും. എന്നാൽ 3 വയസ്സ് മുതൽ 6 വയസ്സ് വരെയുള്ള കാലം അദ്ദേഹം പറയും ഫാലിക് സ്റ്റേജ് എന്ന് പറഞ്ഞാൽ ലൈംഗിക വളർച്ചയുടെ കാലം. പിറ്റ്യൂട്ടറി ഗ്ലാൻഡ് പതുക്കെ നന്നായി പ്രവർത്തിക്കാൻ തുടങ്ങുന്നൊരു കാലം. ആ കാലഘട്ടത്തിൽ അദ്ദേഹം എല്ലാ അമ്മമാർക്കും ആൺകുട്ടിയോടും അപ്പന് പെൺകുട്ടിയോടും ഒരു പ്രത്യേക അറ്റാച്ച്മെന്റ് ഉണ്ട്. അതിനെ ഈഡിപ്പസ് കോംപ്ലക്സ് എന്ന് പറയും. ആരായിരുന്നു ആ പേര് കൊടുക്കാൻ കാരണം? ആരായിരുന്നു ഈഡിപ്പസ്? ഗ്രീക്ക് കഥാപാത്രമാണ്. അമ്മയെ കല്യാണം കഴിക്കാൻ വേണ്ടി സ്വന്തം അപ്പനെ വെട്ടിക്കൊന്ന ആളാണ് ഈഡിപ്പസ്. അങ്ങനെ ഒരു സ്വഭാവം ജന്മന ഉണ്ട് പോലും മനുഷ്യരിൽ, ഒരു ഏർജ് എന്ന് പറഞ്ഞാൽ. ആ പ്രായത്തിൽ അപ്പനോട് മകൾക്ക് ഒരു വലിയ അറ്റാച്ച്മെന്റ് ഉണ്ടാവും. അമ്മയ്ക്ക് മകനോടൊരു വലിയ അറ്റാച്ച്മെന്റ്, മകൻ അമ്മയോടൊരു അറ്റാച്ച്മെന്റ്. അങ്ങനെ മനുഷ്യൻ വളർന്നു വരും. അപ്പോൾ ബേസിക് ആയിട്ട് ഈ ഒരു ഏർജ് നമ്മിൽ എല്ലാവരിലും ഉണ്ടെന്ന് അറിഞ്ഞിരുന്നു വളരണം, ഈ പ്രശ്നത്തെ മനസ്സിലാക്കാൻ. അപ്പോൾ എന്താണ് സ്വാഭാവികമായിട്ട് സംഭവിക്കുന്നത്? ചില വീടുകളിൽ അമ്മമാര് സ്വന്തം ഭർത്താവിൽ നിന്ന്, അപ്പനിൽ നിന്ന് വേണ്ടത്ര സ്നേഹം കിട്ടാത്ത അമ്മമാരായിരിക്കും. സുരക്ഷിതത്വം അനുഭവിക്കാത്ത അമ്മമാര്. ഭർത്താവ് ചിലപ്പോൾ മദ്യപാനിയായിരിക്കും, അല്ലെങ്കിൽ ഭാര്യയെ ശ്രദ്ധിക്കാത്ത കുടുംബമായിരിക്കും. അങ്ങനെയുള്ള കുടുംബങ്ങളിലുള്ള അമ്മമാര് ആ മൂത്ത മോനോട് അല്ലെങ്കിൽ ഇളയ മോനോട്, ആരോടെങ്കിലും ആവശ്യത്തിലേറെ ഒരു അറ്റാച്ച്മെന്റ് സൂക്ഷിക്കും. അവനാണ് എൻ്റെ ഭാവി, അവനിലാണ് എൻ്റെ സുരക്ഷിതത്വം, അവനാണ് എനിക്കുള്ളവൻ, എന്നെ നോക്കാനുള്ളത് എന്ന ഒരു അത്യാവശ്യത്തിലേറെ വരുന്ന ഒരു അട്രാക്ഷൻ മകനോട്. പെൺകുട്ടികള് അപ്പനോടൊരു അട്രാക്ഷൻ, കമ്പനി കൂടലും വർത്താനം പറയും. ചിലപ്പോൾ അമ്മയോട് പറയാൻ മടിക്കുന്ന കാര്യങ്ങൾ ചില പെൺകുട്ടികൾ അപ്പനോട് ഷെയർ ചെയ്യുന്നവരുണ്ട്. ചില കുടുംബങ്ങളിൽ അങ്ങനെ ഒരു അറ്റാച്ച്. അപ്പൻ എന്തെങ്കിലും വന്നാൽ വലിയ വേദനയാണ്, അമ്മയേക്കാൾ ഭയങ്കര സ്നേഹം അപ്പനോടാണ്. അങ്ങനെയുള്ള അതിനെയാണ് ഈഡിപ്പസ് കോംപ്ലക്സ് എന്ന് പറയുന്നത്. അത് നാച്ചുറലാണ്, എല്ലാവരിലും ഉണ്ട്. പക്ഷെ അതിൻ്റെ ഒരു വികൃത രൂപം വരുന്ന ഒരു സമയമാകുമ്പോഴേ, എപ്പോഴാണെന്ന് അറിയാമോ? ഈ അമ്മ മകനെ കല്യാണം കഴിപ്പിക്കാൻ നടക്കും. പ്രായമായി എൻ്റെ മോന് പെണ്ണ് കിട്ടുന്നില്ല, കണ്ണീരൊഴുക്കലായി, നൊവേനയ്ക്ക് പോലെ, വേളാങ്കണ്ണിക്ക് പോലെ
എങ്ങനെയെങ്കിലും മകനൊരു പെണ്ണിനെ കിട്ടാൻ ഓടി നടക്കുന്നത് മകനേക്കാൾ കൂടുതൽ വേദന അമ്മയ്ക്കാണ്. അങ്ങനെ പെണ്ണ് വന്ന് കയറി ഒരു കല്യാണം കഴിഞ്ഞിങ്ങ് വന്നാൽ നമ്മിലുള്ള അബോധ മനസ്സിൽ ഈ അമ്മ സൂക്ഷിക്കുന്ന ഒരു സ്വാർത്ഥതയുണ്ടെന്നാ പറയാം. എന്താണെന്നറിയാമോ? എൻ്റെ സ്വന്തമായിരുന്ന, എൻ്റെ ആശ്രയമായ, എൻ്റെ പ്രതീക്ഷയായ എൻ്റെ മകനെ ദേ അവള് പിടിച്ചു കൊണ്ടുപോയി. ആ പെണ്ണിനെ പറ്റി അമ്മ ചിന്തിക്കുന്നത് ഇതാ ഒരു വില്ലത്തി വന്നിരിക്കുന്നു എന്ന നിലയിലാണ്. പുറത്ത് പറയില്ല, സ്നേഹമായിട്ടൊക്കെ നടക്കും, പക്ഷെ ഉള്ളിൻ്റെ ഉള്ളിൽ ഒരസൂയാഭാവം. സ്വാഭാവികമായിട്ട് അപ്പന് ആ മരുമകളോട് അങ്ങനെ തോന്നുകയല്ല. പൊതുവേ ഇല്ല, ചിലർക്ക് കാണാതിരിക്കും. എന്നാൽ അമ്മയ്ക്ക് മരുമകളെ ടോളറേറ്റ് ചെയ്യാൻ പറ്റില്ല. കാരണം എല്ലാ അമ്മമാരിലും അങ്ങനെ ഒരു സ്വാർത്ഥത അറിഞ്ഞോ അറിയാതെയോ ഒളിച്ചു കിടക്കുന്നുണ്ട്. അത് അവരെ വയലന്റ് ആക്കും, അവരെ തനി സ്വഭാവത്തിൽ നിന്ന് മാറും. ഇത്ര നല്ല സ്ത്രീ എങ്ങനെ ഇങ്ങനെ വയലന്റ് ആകും നമ്മൾ അത്ഭുതപ്പെട്ടു പോകും. പാവത്താനായിട്ട് നടക്കുന്ന കോഴിപ്പിട അത് പൊരുന്തിയിരിക്കുന്ന സമയത്ത്, മുട്ടയിട്ട് അടയിരിക്കുന്ന സമയത്ത് അതിൻ്റെ അടുക്ക ചെല്ലാൻ പറ്റുമോ? അതതിൻ്റെ തനി സ്വഭാവം കാണിക്കും. കുഞ്ഞുള്ളപ്പോൾ ആനയുടെ അടുക്കൽ, ആനയ്ക്ക് കുഞ്ഞ് ജനിച്ചു കഴിഞ്ഞാൽ കുഞ്ഞിൻ്റെ അടുക്ക ചെന്ന് ആന വയലന്റ് ആവും. എത്ര ശാന്തമായിട്ട് നടക്കുന്ന പിടിയാനയാണെങ്കിലും അത് വയലന്റ് ആവും. മുട്ടയിട്ട് അടയിരിക്കുന്ന സമയത്ത് പാമ്പ് അക്രമ സ്വഭാവം കാണിക്കും. അതുപോലെ കൊച്ചിനെ തൊട്ടാൽ അമ്മ സഹിക്കില്ല. ഇതെല്ലാം അമ്മമാരുടെ ബേസിക് നേച്ചറാണ്. അതുകൊണ്ടാണ് തന്നിൽ നിന്ന് മകൾ അകന്നു പോകുന്നു, അല്ലെങ്കിൽ മകൻ അകന്നു പോകുന്നു എന്ന ചിന്ത പല അമ്മമാർക്കും അസ്വസ്ഥതയായിട്ട് മാറുന്നു. അത് കുടുംബത്ത് പ്രശ്നമാവും. അതേസമയം മകളാണെങ്കിലോ കെട്ടിച്ച വീട്ടിൽ വന്നിട്ട് അമ്മയ്ക്ക് മോനോടുള്ള സ്നേഹം കാണുന്നു. അമ്മ മോന് കൊടുക്കുന്ന പരിഗണനയും മോൻ അമ്മയ്ക്ക് കൊടുക്കുന്ന പരിഗണനയും കാണുന്നു. പൊതുവെ അവൾക്കൊരു ചിന്ത വരുന്നു, ചില പെണ്ണുങ്ങൾക്ക്, ഞാൻ ഈ വീട്ടിൽ ആരുമല്ല, എന്നോട് ചോദിക്കാറില്ല, എന്നെ പരിഗണിക്കാറില്ല. അങ്ങനെ വന്നും ഒരു അസ്വസ്ഥത. അപ്പോൾ ഇവളെന്ത് ചെയ്യും? എങ്ങനെയെങ്കിലും ഈ അമ്മയിൽ നിന്ന് മകനെ പിടിച്ചെടുക്കാനുള്ള വഴികൾ എന്താണെന്ന് അന്വേഷിച്ച് നടക്കും. തലയണ മന്ത്രത്തിലൂടെയോ പറഞ്ഞു കൊടുത്ത്, അമ്മയുടെ ദുസ്വഭാവങ്ങൾ പറഞ്ഞു കൊടുത്ത് എങ്ങനെയെങ്കിലും മകനെ അമ്മയെ നിന്ന് അകറ്റാനുള്ള ഒരു ദ്വന്ദ്വ യുദ്ധ രഹസ്യമായിട്ട് നടത്തും. അത് അമ്മയും മകളും തമ്മിലുള്ള പിടിവലിയായിട്ട് എല്ലാ വീടുകളിലും മാറും. ഈ പിടിച്ചു നിൽപ്പിന് വേണ്ടിയിട്ട് മനുഷ്യൻ്റെ ഇൻസെക്യൂരിറ്റി, ഇതാണ് ശരിക്കും ഇതിൻ്റെ ഈ അമ്മയും മകനും, ഈ മരുമകൻ മരുമോള്, സത്യത്തിൽ അങ്ങനെ ഒരു മോളില്ല. ഈ പ്രശ്നം എങ്ങനെ പരിഹരിക്കാം എന്ന് ഈ പറയുന്നത് നിങ്ങൾ ശ്രദ്ധിച്ചോളണം. എങ്ങനെ നമുക്ക് ഈ പ്രതിസന്ധിയിൽ നിന്ന് കരകയറാം? ആദ്യം അറിഞ്ഞിരിക്കേണ്ടത് ഡോട്ടർ ഇൻ ലോ, മദർ ഇൻ ലോ, നിയമപ്രകാരമുള്ള എൻ്റെ അമ്മ, നിയമപ്രകാരമുള്ള എൻ്റെ മകള് എന്നൊരു മകള് ദൈവം നമുക്ക് തന്നിട്ടില്ല. ഡോട്ടർ ഇൻ ലോ എന്നൊരു ലോ ഇല്ല, മദർ ഇൻ ലോ എന്നൊരു മദർ ഇല്ല. നമുക്ക് ദൈവം തന്നത് അമ്മയെയാണ്, നിയമപ്രകാരമുള്ള അമ്മേനെയല്ല എന്ന് മരുമകൾ ചിന്തിക്കണം. എനിക്ക് ഈ മകളെ തന്നത് ദൈവമാണ്, അതുകൊണ്ട് ഇത് എൻ്റെ മകളാണ് എന്ന് അമ്മ ചിന്തിക്കണം. കല്യാണം കഴിച്ചു കഴിയുമ്പോൾ ഇന്ന് മുതൽ മരണം വരെ ഒരു ശരീരമായിട്ട് അവർ മാറുകയാണ്. ആ കൂദാശ അതിനു വേണ്ടിയാ കൊടുക്കുന്നത്. ഇനി മുതൽ തൻ്റെ കുടുംബത്തെയും മാതാപിതാക്കളെയും പിതൃ സഹോദരങ്ങളെയും ഒക്കെ വിട്ട് ഞാൻ പറയുന്ന സ്ഥലത്ത് നീ ഒറ്റയ്ക്ക് ജീവിക്കണം, ഭർത്താവിൻ്റെ കൂടെ ഭർത്താവിൻ്റെ കുടുംബത്തിൽ ജീവിക്കണം. അപ്പോൾ ഭർത്താവിൻ്റെ അമ്മ ദൈവം എനിക്ക് തന്ന അമ്മയായിട്ട് കണക്കാക്കണം. മകളെ ദൈവം എനിക്ക് തന്ന എൻ്റെ മോള് എന്ന രീതിയിൽ എടുക്കണം. എങ്ങനെയാ നമ്മൾ മക്കളെ സ്നേഹിക്കുന്നത്? ഈ അമ്മ എങ്ങനെയാ പെൺകുട്ടികൾ ജനിച്ചു കഴിഞ്ഞാൽ സ്നേഹിക്കുക? പെൺകുട്ടി ആൺകുട്ടി ആരായിക്കൊള്ളട്ടെ, വയറ്റിൽ കിടക്കാണ്. വയറ്റിൽ കിടക്കുന്ന സ്ത്രീകൾക്ക് ആ കുഞ്ഞിനോട് മനസ്സിൻ്റെ ഉള്ളിൽ, ചിലർ വളരെ സ്നേഹത്തോടെയാണ് ഗർഭം ധരിച്ചത്, പക്ഷേ ചില അമ്മമാർ ഛർദ്ദിക്കുന്നത് നിങ്ങൾ കണ്ടോ? വയറ് പ്രഗ്നന്റ് ആയി കഴിഞ്ഞാൽ അതിന്റെ കാരണം എന്താ? യൂട്രസിന്റെ അകത്ത്, ഗർഭപാത്രത്തിന്റെ അകത്ത് പുറത്തു നിന്നുള്ളൊരു വസ്തു കയറിയാൽ അതിനെ തള്ളിക്കളയാൻ ഒരു പ്രവണത ഗർഭപാത്രത്തിനുണ്ട്. ഈ കൊച്ചിനെ തള്ളിക്കളയാൻ വേണ്ടിയാണ് അമ്മ ഛർദ്ദിക്കാൻ നടക്കുന്നത്. ഇതിനെ പുറത്തു നിന്നൊരു സാധനം വന്ന് കയറിയിരിക്കുകയാണ് ശരീരത്തിൽ, അതിനെ റിജക്റ്റ് ചെയ്യാണ്, ആ ശരീരം തള്ളിക്കളയാണ്.
പക്ഷെ ആ കൊച്ചിനെ വയറ്റിൽ വെച്ച് സ്നേഹിച്ച് അത് പുറത്ത് വന്നു കഴിയുമ്പോൾ അതിനെ കണ്ടു, അതിനെ സ്നേഹിച്ചു, അതിന് ഉമ്മ കൊടുത്ത് അതിനെ സ്വന്തമാക്കണം. എൻ്റെ കൊച്ച്. അതിനു മുമ്പ് അതിൻ്റെ മുഖം നമ്മൾ കണ്ടിട്ടില്ല, അതിൻ്റെ ചിരി നമ്മൾ കണ്ടിട്ടില്ല. വയറ്റിൽ കിടക്കുന്നേ ഉള്ളൂ, എൻ്റെ കൊച്ചെന്ന് പറയും. പക്ഷേ അതിനെ സ്നേഹിക്കാൻ തുടങ്ങുന്നു ആ അമ്മ. അത് കഴിഞ്ഞാൽ പിന്നെ ആ കൊച്ചിനെ കളയില്ല. അതാണ് അബോർഷൻ ചെയ്യൽ എളുപ്പമാണ്. ജനിച്ചതിന് ശേഷം, പുറത്ത് കൊച്ചു വന്നതിന് ശേഷം കൊല്ലാൻ സമ്മതിക്കപ്പെടും, ഏതെങ്കിലും അമ്മ സമ്മതിക്കും. വയറ്റിൽ കാണാത്ത സമയത്തെടുത്ത് തട്ടിക്കളയാൻ മടിയില്ല. അതാണ് സ്നേഹിച്ചു തുടങ്ങി, പിന്നെ അതിനെ കൊല്ലുകയല്ല. അതുപോലെ ഒരു ദൈവം എനിക്ക് ഒരാളെ തന്നു കഴിഞ്ഞപ്പോൾ ഞാൻ അതിനെ സ്നേഹിച്ചു. അതുപോലെ പള്ളിയിൽ വെച്ച് വിശുദ്ധ കൂദാശയിലൂടെ, വിവാഹം എന്ന കൂദാശയിലൂടെ ദൈവം എനിക്കൊരു മകളെ തന്നു കഴിഞ്ഞപ്പോൾ, എൻ്റെ മകനൊരു ഭർത്താവിനെയും ഭാര്യയെയും എനിക്കൊരു മകളെയുമാണ് ദൈവം തന്നത്. രണ്ട് കൈ നീട്ടി ദൈവത്തിൽ നിന്ന് മകളെ സ്വീകരിക്കണം. ഇതെനിക്ക് ദൈവം തന്ന സ്വത്ത്. അപ്പോൾ അതിനെ സ്നേഹിക്കാൻ തുടങ്ങും. മരുമകളോ, ഇനി എൻ്റെ വീട്ടുകാരുടെ പുണ്യവും എൻ്റെ വീടിൻ്റെ മഹത്വവും പറഞ്ഞിരിക്കുകയല്ല വേണ്ടത്. എനിക്ക് ദൈവം തന്ന അപ്പനും അമ്മയും. നമുക്ക് ആരാ നമ്മുടെ സ്വന്തം അപ്പനും അമ്മയും തന്നത്? ജനിച്ചു കഴിഞ്ഞ് എത്രയോ കാലം കഴിഞ്ഞിട്ട് നമ്മൾ മനസ്സിലായത് ഇതാണ് എൻ്റെ അപ്പൻ, ഇതാണ് എൻ്റെ അമ്മ എന്ന്. നമുക്കൊരപ്പനെ അമ്മേനെ തിരഞ്ഞെടുക്കാൻ പറ്റി. നമ്മൾ ലോകത്തിലെ ഏറ്റവും നല്ലതിനെ തിരഞ്ഞെടുക്കുക. അതിനെ നമ്മുടെ കർത്താവ് ഒപ്പിച്ച പണി. മാതാവിനെ തിരഞ്ഞെടുക്കാൻ ഈശോയ്ക്ക് അവകാശം ഉണ്ടായപ്പോൾ ലോകത്തിലെ ഏറ്റവും നല്ലതിനെ നോക്കി തിരഞ്ഞെടുത്തു. നമുക്കും തിരഞ്ഞെടുപ്പിന് അവകാശം, നമ്മളും അങ്ങനെ ചെയ്യുമായിരുന്നില്ലേ? പക്ഷെ നമ്മൾ എന്താ ചെയ്ത്? കിട്ടിയ അമ്മയെ, ദൈവം വിധിച്ച അമ്മയെ നമ്മുടെ അമ്മയായിട്ട് കണ്ടു, ദൈവം തന്ന അപ്പനെ അപ്പനായിട്ട് കണ്ടു, സ്നേഹിച്ചു. ഇതാണ് സംഭവിക്കണം. ആ കൂദാശയിൽ വിശ്വസിക്കുന്നവർ, വിവാഹം എന്ന കൂദാശയുടെ അഭേദ്യതയിൽ നാം വിശ്വസിക്കുന്നുണ്ടെങ്കിൽ, ആ കൂദാശയുടെ ശക്തിയാൽ, അതിൻ്റെ മര്യാദയ്ക്കും അതിൻ്റെ നിറവിനും കെട്ടിവന്ന പെണ്ണിനെ മകളായിട്ട് കണ്ടുകൊള്ളണം. മരുമകളായിട്ടല്ല, സ്വന്തം മകളായിട്ട്, ദൈവം തന്ന മകള്. അപ്പോൾ അതിൻ്റെ കുറവ് നാം സഹിക്കും. ഞാൻ ഈ കല്യാണങ്ങൾക്ക് പറയാറുണ്ട്, എൻ്റെ കൈ മുറിഞ്ഞാൽ, ഒരിക്കൽ കാറിൻ്റെ ഡോറിൽപ്പെട്ട് ചതഞ്ഞ് കുറെ കാലം വേദന എടുത്തു, നീരുകൊണ്ടിരുന്നു. പക്ഷെ ദേഷ്യം വന്ന് എനിക്ക് ആ കൈ മുറിച്ചു കളയാൻ പറ്റുമോ? കാരണം ആ വിരല് ദൈവം എനിക്ക് വിധിച്ചതാണ്, തന്നതാണ്, എൻ്റെയാണ്. അതുകൊണ്ട് ഞാൻ സഹിക്കും. എൻ്റെ മുടിയുടെ ഷേപ്പ് ശരിയല്ലെങ്കിൽ കട്ട് ചെയ്യാൻ പോയി എങ്ങനെയെങ്കിലും ഷേപ്പ് ശരിയാക്കി വെക്കും. അല്ലാതെ അത് മുഴുവൻ അതിനെ കത്തിച്ച് കളയാനോ എല്ലാം ഞാൻ അതിനെ ഉപേക്ഷിക്കാൻ എനിക്ക് പറ്റുമോ? എനിക്ക് നിറം കുറവാണെങ്കിൽ അത് ഞാൻ സഹിക്കും. അത് ഭംഗിയായിട്ട് കൊണ്ടുനടക്കാൻ ഞാൻ നോക്കും. അല്ലാതെ ജീവിതകാലം മുഴുവൻ എനിക്ക് നിറവില്ല എന്ന് പറഞ്ഞ് നിറത്തെ പഴിച്ചു നടക്കാൻ പറ്റുമോ? ദൈവം തന്നത് എനിക്ക് ഏറ്റവും നല്ലത്, അതിനെ അതിൻ്റെ കുറവുകളോടെ സ്വീകരിക്കണം. ദൈവം തന്നതാണ് അമ്മായമ്മയെ എന്നൊരു സ്ത്രീക്ക് ബോധ്യമുണ്ടെങ്കിൽ, എനിക്ക് ദൈവം തന്ന അമ്മ എന്ന് പറഞ്ഞ അമ്മയെ സ്നേഹിക്കണം. മരുമകള്, എനിക്ക് ദൈവം തന്ന മകള് എന്ന് പറഞ്ഞ് മകളെ സ്നേഹിക്കണം. ഇന്ന് ചെന്നിട്ട് പറ്റുമെന്ന് നോക്കൂ. നിങ്ങളിത് തെറി പറഞ്ഞ് നിങ്ങളെ കുറ്റപ്പെടുത്തി ദുഷിച്ചിരിക്കുന്ന അമ്മേനെ ചെന്ന് ഇരു കൈകളും പിടിച്ചിട്ട്, തോളത്ത് പിടിച്ചിട്ട് അമ്മയുടെ മുഖത്ത് നോക്കി പറ, എനിക്ക് ദൈവം തന്ന അമ്മയാന്ന്. തിരി പുളിക്കും. മരുമകളെ നോക്കിയിട്ട്, മോളെ എനിക്ക് ദൈവം തന്ന മോളാ നീ എന്ന് പറയാൻ എത്ര അമ്മായിമാർക്ക് കഴിയും? സ്വന്തം മരുമോളെ നോക്കിയിട്ട്. പണ്ട് എനിക്ക് വെച്ച കത്തിയൊക്കെ ഓർത്തത് പള്ളി പറഞ്ഞതെന്ന് പറയും. പണ്ട് ഇവർ ചെയ്ത കാര്യമൊക്കെ എനിക്ക് ഓർമ്മയുണ്ടേ. ഞാൻ അവിടെ വന്ന് കയറി ഇപ്പോൾ കാലത്ത്. ഇപ്പം രോഗിയായിട്ട് കിടക്കാണ്, അനങ്ങാൻ പറ്റില്ല. പണ്ടൊക്കെ ചെയ്ത് എനിക്ക് ഓർമ്മയുണ്ട് എന്നും പറഞ്ഞാൽ നോക്കണം. സ്നേഹമുള്ളവർ, സ്വന്തം അമ്മേനെ നോക്കുന്നതിൽ വലിയ പുണ്യമില്ല, നമുക്ക് സ്വാഭാവിക സ്നേഹമുണ്ട്. എന്നാൽ അമ്മായിയമ്മയെ നോക്കുന്നതിൽ പുണ്യമുണ്ട്. അത് വലിയ വീരോചിതമായ ഒന്നാണ്. സ്വന്തം മകളെ സ്നേഹിക്കുന്നത് സ്വാഭാവികമാണ്. മൃഗങ്ങളും സ്നേഹിക്കും, മനുഷ്യനും സ്നേഹിക്കും. പക്ഷെ മരുമകളെ സ്നേഹിക്കുന്നതിൽ പുണ്യമുണ്ട്, അതിൽ ദൈവീകതയുണ്ട്, അതിൽ അസ്വാഭാവികതയുണ്ട് എന്നൂടി അറിഞ്ഞിരിക്കുക. അങ്ങനെ കുറവുകളുള്ള മരുമകളെ സ്വന്തം മകളായിട്ടും കുറവുകളുള്ള അമ്മായിയമ്മയെ സ്വന്തം അമ്മയായിട്ടും സ്വീകരിക്കുന്ന വീടുകളിൽ സമാധാനം, മുറിവുകളില്ല, ശാന്തമായ ഉറക്കം, സ്വസ്ഥത, ദൈവത്തിൻ്റെ സമാധാനം ആ കുടുംബത്ത് കാണും. അല്ലെങ്കിൽ തൊണ്ടയിൽ പഴുത്താൽ ഉമിനീരിറക്കി സഹിക്കുക തന്നെ. എല്ലാ കാലത്തും ആ വേദന സഹിച്ച് വീടെന്ന് പറഞ്ഞാൽ നരകമായി. അമ്മ നോർക്കുമ്പോൾ കണ്ണീരായി, മരുമകൾ നോർക്കുമ്പോൾ പ്രതികാരമായി. ഒരു നരകം സൃഷ്ടിച്ച് നമുക്ക് ജീവിക്കാനായിട്ട് പറ്റും.
ഈ നോമ്പ് കാലത്ത് നാം നേരെ പറയാൻ നമുക്ക് മടിയാണെങ്കിലും നമ്മുടെ ചില അമ്മായമ്മമാര് മക്കളുടെ പോര് കുത്തി മരിച്ചു പോയിട്ടുണ്ടാവും. ദൈവത്തിന് മുമ്പിൽ അവർ ക്ഷമ ചോദിക്കണം. എൻ്റെ അമ്മേനെ ഞാൻ ചെയ്ത ക്രൂരതയ്ക്ക് ദൈവമേ എന്നോട് ക്ഷമിക്കണം. എൻ്റെ മോള് ഒരു വീട്ടിൽ ചെന്ന് കെട്ടിച്ച് പോകുമ്പോൾ അവിടെ അത് അനുഭവിക്കാതെയാവാതിരിക്കട്ടെ എന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കണം. മരുമകള് വേദനിപ്പിച്ച അമ്മമാര് ഉള്ളിലെങ്കിലും ക്ഷമ ചോദിക്കണം മരുമകളോട്. വിവാഹം എന്ന കൂദാശയ്ക്കെതിരായി, പരിശുദ്ധമായ ആ കൂദാശയ്ക്ക് വിരുദ്ധമായി ഞാൻ പ്രവർത്തിക്കുകയോ ചിന്തിക്കുകയോ ചെയ്തിട്ടുണ്ടെങ്കിൽ ദൈവമേ എന്നോട് ക്ഷമിക്കണമേ, എൻ്റെ മരുമകളെ മകളായിട്ട് അംഗീകരിക്കാൻ ഉള്ള കൃപ എനിക്ക് നൽകണമേ എന്ന് നാം പ്രാർത്ഥിക്കണം. അങ്ങനെ പ്രാർത്ഥിച്ചാൽ ദൈവം തക്ക സമയത്തിട ആ മുറിവുകൾ ഉണങ്ങിപ്പോവും. അമ്മായിയമ്മയെ സ്നേഹിക്കാൻ പറ്റും, മരുമകളെ സ്നേഹിക്കാൻ പറ്റും. വലിയൊരു പ്രതിസന്ധി നമ്മുടെ കുടുംബത്തിൽ നിന്ന് ഇറങ്ങിപ്പോവും. ഈ നോമ്പ് കാലത്ത് ആ കൃപ ലഭിക്കാൻ നമുക്ക് പ്രാർത്ഥിക്കാം.